ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തു സ്പേസ് ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വാഗ്ഭടാനന്ദനെ കുറിച്ചിട്ടാണ്. വാഗ്ഭടാനന്ദൻ പരീക്ഷകളിൽ എപ്പോഴും നിറഞ്ഞു കാണാറുള്ള ഒരു നവോത്ഥാന നായകനാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് അദ്ദേഹം ജനിക്കുന്നത് 1885 INC രൂപീകൃതമായ വർഷത്തിൽ ജനിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് നമ്മുടെ വാഗ്ഭടാനന്ദൻ. അതുപോലെ തന്നെ അദ്ദേഹം അന്തരിക്കുന്നത് 1939 1939 ഓക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ചോദിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ്. ഓക്കെ, പാട്യം കണ്ണൂരാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കോരൻ ഗുരുക്കൾ എന്നാണ്. അതുപോലെ തന്നെ അമ്മ ചീരുവമ്മയാണ്, ഭാര്യ വാഗ്ദേവിയാണ്. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ ഭാര്യ വാഗ്ദേവി, അമ്മ ചീരുവമ്മ, അച്ഛൻ കോരൻ ഗുരുക്കൾ. അതുപോലെ തന്നെ അദ്ദേഹം ജനിക്കുന്നത് 1885 കണ്ണൂരിലെ പാട്യം എന്നുള്ള സ്ഥലത്താണ്. കിട്ടിയാലോ? മരിക്കുന്നത് 1939 കൂടി ഓർത്തിരിക്കാം. ഇനി ശ്രദ്ധിക്കുക, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ്. ഓക്കെ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഇനി ബാലഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവും കൂടിയാണ് അദ്ദേഹം മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ബാലഗുരു എന്നാണ്. ഇനി വാഗ്ഭടാനന്ദൻ്റെ ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. നമ്മൾ ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സ്ത്രീ വിദ്യാഭൂഷണിയൊക്കെ ശ്രദ്ധിക്കാട്ടോ, അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു ശിഷ്യനായിരുന്നു ആര്? വാഗ്ഭടാനന്ദൻ. ഇനി ഈ വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പോൾ ആ ശിഷ്യനായിട്ടുള്ള വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയിട്ടുള്ളത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബാലഗുരു എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ഇനി സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വാഗ്ഭടാനന്ദൻ മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയ് ആണ്. നമുക്കറിയാം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് മാതൃകയാക്കിയത് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം. ഓക്കെ. ഇനി വാഗ്ഭടാനന്ദൻ്റെ പ്രധാന പ്രവർത്തന മേഖല മലബാറാണ് കേട്ടോ. അപ്പോൾ പ്രവർത്തന മേഖല മലബാറായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇനി ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ആത്മവിദ്യാ സംഘം. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ സംഘടന അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? ആത്മവിദ്യാ സംഘം എന്ന് എഴുതണം. ഇനി ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് 1920 1920 ആത്മവിദ്യാ സംഘം. ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഇനി അടുത്ത ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. രണ്ടും ചോദിച്ചിട്ടുണ്ട്. ആത്മവിദ്യാ സംഘം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സംഘടനയാണ്. 1920 അത് സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമായിട്ടുള്ള അഭിനവ കേരളം എന്നുള്ളത് അത് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് 1921 ഓക്കെ. അപ്പോൾ അഭിനവ കേരളം എന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1921 ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ആത്മവിദ്യാ സംഘം എന്നാണ് സ്ഥാപിച്ചിട്ടുള്ളത്? 1920 ഇനി അടുത്ത് നോക്കൂ കേട്ടോ. ആത്മവിദ്യാ കാഹളം, ശിവയോഗ വിലാസം, ശിവയോഗി വിലാസമല്ല, ശിവയോഗ വിലാസാണ് എന്നീ മാസികകൾ ആരംഭിച്ചതൊക്കെ വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ആത്മവിദ്യാ കാഹളം അതുപോലെ തന്നെ ശിവയോഗ വിലാസം രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഈ മാസികകൾ ആരംഭിച്ചതും ആര് തന്നെയാണ്? വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ഇനി അടുത്ത് ആത്മവിദ്യാ കാഹളം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1929 നമ്മൾ പറഞ്ഞു അഭിനവ കേരളം അത് 1921 പറഞ്ഞു. ഇനി ആത്മവിദ്യാ സംഘം എന്ന പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു? 1920 ഇനി 1929 ആത്മവിദ്യാ കാഹളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഇനി അടുത്തത് ഈ ഒരു ക്വാട്ട്, അതായത് ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു ക്വാട്ട് അച്ചടിച്ചു വന്ന മാസികയാണ് ആത്മവിദ്യാ കാഹളം. ഓക്കെ, ആത്മവിദ്യാ കാഹളത്തിലാണിത് അച്ചടിച്ചു വന്നിട്ടുള്ളതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവ് കൂടിയാണ് വാഗ്ഭടാനന്ദൻ. ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്കൊക്കെ എതിരാണെന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ഇനി വാഗ്ഭടാനന്ദൻ കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ച ഒരു സംസ്കൃത പഠന കേന്ദ്രമുണ്ട്, തത്വപ്രകാശിക. ഓക്കെ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തത്വപ്രകാശിക ആരുടെയാണ്? ആ പഠന കേന്ദ്രം ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാഗ്ഭടാനന്ദൻ്റെയാണ്. അപ്പോൾ വാഗ്ഭടാനന്ദൻ കോഴിക്കോടാണ് എന്നും കൂടി ഓർത്തിരിക്കുക. കാരപ്പറമ്പിലാണ് സ്ഥാപിച്ചൊരു സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക.
ശ്രദ്ധിക്കുക കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ഇനി വാഗ്ബടാനന്ദൻ തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ച വർഷം 1906 1906 അദ്ദേഹം തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കണ്ടു. ജനിച്ച വർഷം എന്ന് ഓർത്തിരിക്കുക, INCയുടെ വർഷമാണ്, 1885. പിന്നെ പറഞ്ഞത് എന്താണ്, ആത്മവിദ്യാ സംഘം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം 1920. 1921 അഭിനവ കേരളം അല്ലേ, അതിൻ്റെ മുഖപത്രമാണ് അല്ലേ, ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ്. പിന്നെ 1906 വാഗ്ബടാനന്ദൻ്റെ തത്വപ്രകാശിക എന്ന് പറഞ്ഞിട്ടുള്ള ആശ്രമം. ഓക്കെ, ഇനി ആത്മവിദ്യാ കാഹളം അതൊക്കെ ഏതായിരുന്നു വർഷം? 1929. ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് കേട്ട് കാണൂല്ലേ, ഊരാളുങ്കൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കൂലി വേലക്കാരുടെ പരസ്പര സഹായ സംഘമായിരുന്നു, അത് സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണത്. ഇനി നോക്കാം, രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചതും അദ്ദേഹം തന്നെയാണ്. രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചതാരാണ്? വാഗ്ബടാനന്ദനാണ്. രാജയോഗാനന്ദ കൗമുദി യോഗശാല അത് ആരംഭിക്കുന്നത് എവിടെയാണ്? കോഴിക്കോടുള്ള കല്ലായിലാണ്. കോഴിക്കോട് മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു, തത്വപ്രകാശിക. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. രാജയോഗാനന്ദ കൗമുദി എന്ന് പറഞ്ഞിട്ടുള്ള യോഗശാല സ്ഥാപിക്കുന്നത് കോഴിക്കോടാണ്. സ്ഥാപിച്ചത് 1911 ഓർത്തിരിക്കാം. ഇനി 1914 വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ്. ശ്രദ്ധിക്കുക, വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1914 ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണെന്നും കൂടി ഓർത്തിരിക്കുക, ചോദിക്കാറുണ്ട് കേട്ടോ. വാഗ്ബടാനന്ദൻ ആരംഭിച്ച മാഗസിനാണ് ശിവയോഗ വിലാസം, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ശിവയോഗ വിലാസം അദ്ദേഹം ആരംഭിച്ച മാഗസിനാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. വാഗ്ബടാനന്ദൻ ആരംഭിച്ചൊരു മാസികയുണ്ട്, യജമാനൻ. അപ്പം അതുപോലെ തന്നെ വേലക്കാരൻ ചോദിക്കാറുണ്ട്. വേലക്കാരൻ ആരുടെയാണ്? ഓർമ്മയുണ്ടോ? സഹോദരൻ അയ്യപ്പൻ്റെയാണ് കേട്ടോ. വേലക്കാരൻ, യുക്തിവാദി തുടങ്ങിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം യജമാനൻ എന്നുള്ള മാസിക ആരംഭിച്ചത് വാഗ്ബടാനന്ദനാണ്. നെക്സ്റ്റ് വൺ, നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാത്ത ആരാധന ചോദിച്ചിട്ടുണ്ട്. വിഗ്രഹമില്ലാത്ത ആരാധന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ബടാനന്ദൻ. ഇനി കോഴിക്കോട് പ്രീതി ഭോജനം പറയാറുണ്ട് അല്ലേ, ഭോജനങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ കോഴിക്കോട് വെച്ചിട്ട് പ്രീതി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവും കൂടിയാണ് വാഗ്ബടാനന്ദൻ. പ്രീതി ഭോജനം ആരുടെയാണ്? വാഗ്ബടാനന്ദൻ്റെയാണ്. ഇനി വാഗ്ബടാനന്ദൻ കോഴിക്കോട് പ്രീതി ഭോജനം നടത്തിയത് 1927. പ്രീതി ഭോജനം നടത്തിയത് 1927. ഇനി വാഗ്ബടാനന്ദൻ 1932 ആത്മവിദ്യാ മഹോത്സവം സംഘടിപ്പിക്കുന്നത് പുന്നപ്പറയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആത്മവിദ്യ എന്ന് പറയുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ ആരെയാണ്? വാഗ്ബടാനന്ദനാണ്. അപ്പോൾ ആ ആത്മവിദ്യാ മഹോത്സവം സംഘടിപ്പിച്ചത് എവിടെയാണ്? പുന്നപ്രയിൽ വെച്ചിട്ടാണ്. 1932 ഓർത്തിരിക്കുക. ഇനി എട്ടേമട്ട് എന്ന ദുരാചാരത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വാഗ്ബടാനന്ദൻ. എട്ടേമട്ട് എന്ന ദുരാചാരത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ബടാനന്ദൻ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മാനസചാബല്യം. ഓക്കെ, വാഗ്ബടാനന്ദൻ്റെ കൃതികളാണ് മാനസചാബല്യം, പ്രാർത്ഥനാഞ്ജലി, ഈശ്വരവിചാരം, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, ബ്രഹ്മസങ്കീർത്തനം, ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, ആത്മവിദ്യാലേഖമാല. ഓക്കെ, അപ്പം എന്തൊക്കെയാണോ ഒന്നുകൂടി പറയാം. വാഗ്ബടാനന്ദൻ്റെ കൃതികളാണ് മാനസചാബല്യം, പ്രാർത്ഥനാഞ്ജലി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഈശ്വരവിചാരം, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, അതുപോലെ തന്നെ ബ്രഹ്മസങ്കീർത്തനം, ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, അതുപോലെ തന്നെ ആത്മവിദ്യ ലേഖമാല. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഒരാളും കൂടി നമുക്ക് പഠിക്കാം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓക്കെ, ചാവറ അച്ഛനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1805. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിക്കുന്നത് 1805. അദ്ദേഹം മരിക്കുന്നത് 1871. വർഷങ്ങളൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇനി ജന്മസ്ഥലം കൈനക്കരി, ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയിലാണ് ജനിച്ചിട്ടുള്ളത്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഐക്കോ കുര്യാക്കോസ് എന്നും അമ്മയുടെ പേര് മറിയം തോപ്പിൽ എന്നുമാണ്. ഓക്കെ, അച്ഛൻ ഐക്കോ കുര്യാക്കോസ്, അമ്മ മറിയം തോപ്പിൽ. 1805 ജനിക്കുന്നു. കൈനക്കരി, ആലപ്പുഴ കൈനക്കരിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഓക്കെ, കേരളത്തിൽ സാക്ഷരതയുടെ പിതാവ് നമുക്കറിയാം അല്ലേ, സാക്ഷരതയിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ലേ. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയതും അദ്ദേഹം തന്നെയാണ്. ഓക്കെ, കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇനി അദ്ദേഹം അർത്തുങ്കൽ പള്ളിയിൽ വികാരിയായി സ്ഥാനമേറ്റു 1829. ഓക്കെ, അർത്തുങ്കൽ പള്ളിയില്ലേ, അപ്പോൾ അവിടെ വികാരിയായിട്ട് സ്ഥാനമേറ്റത് 1829 ഓർത്തിരിക്കാം. കേരളത്തിൽ പള്ളികൾ
പള്ളികളുടെ ഒപ്പം ഒരു സ്കൂൾ അഥവാ പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പോൾ ചാവറയച്ചനാണ് പള്ളിക്കൊപ്പം ഒരു പള്ളിക്കൂടം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പള്ളികളുടെ ഒപ്പം ഒരു സ്കൂൾ അഥവാ ഒരു പള്ളിക്കൂടം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇനി CMI കാർമലൈറ്റ് ഓഫ് മാരി ഇമ്മാക്കുലേറ്റ് സഭ ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഓക്കെ, അപ്പോൾ CMI സ്ഥാപിച്ചതും ആര് തന്നെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇനി അടുത്ത് പിടിയരി സമ്പ്രദായം ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിടിയരി സമ്പ്രദായം അതാരുടെയാണ്? ചാവറയച്ചൻ്റെയാണ്. ഇനി CMI എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു അല്ലേ, കാർമലൈറ്റ് ഓഫ് മാരി ഇമ്മാക്കുലേറ്റ് ആണ്. ഈ ഒരു സഭ ആരംഭിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അത് ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1831 1831. ചാവറയച്ചൻ CMI സഭ ആരംഭിച്ചത് കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് വെച്ചിട്ടാണ്. ഓക്കെ, ചാവറയച്ചൻ CMI എന്നുള്ള സഭ ആരംഭിച്ചത് മാന്നാനമാണ്. എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്ത്യൻ സന്യാസി സഭ അതാണ് CMI. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ സന്യാസി സഭയാണ് CMI. ഇനി CMI സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ ആയിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓക്കെ, CMIയുടെ ആ ഒരു സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറലും കൂടിയാണ് ചാവറയച്ചൻ. ചാവറയച്ചൻ ആദ്യ സെമിനാരി ആരംഭിച്ചത് മാന്നാനത്താണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെമിനാരി ഒക്കെ ആരംഭിച്ചത് മാന്നാനത്താണ്. അതുപോലെ തന്നെ കുര്യാക്കോസ് അച്ഛൻ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ്. കേരളത്തിലെ 3ാമത്തെ പ്രസ്സായിട്ടുള്ള സെൻറ്റ് ജോസഫ് പ്രസ് എന്നുള്ളത് ആരംഭിച്ചത് മാന്നാനത്താണ് ആരംഭിച്ചിട്ടുള്ളത്. ആരാണ്? കുര്യാക്കോസ് ചാവറയച്ചനാണ്. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ശ്രദ്ധിക്കുക കേട്ടോ, അത് ചോദിച്ചിട്ടുണ്ട്. ജ്ഞാനപീയൂഷം ആരുടെയാണ്? പീയൂഷം എന്നുള്ളത് ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ചാവറയച്ചനായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ഇനി ചാവറയച്ചൻ ആരംഭിച്ച പത്രം നസ്രാണി ദീപിക, അതും ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക. ഇനി അദ്ദേഹം മാന്നാനം പ്രസ്സിൽ നിന്നും നസ്രാണി ദീപിക പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1887 1887 അദ്ദേഹം നസ്രാണി ദീപിക മാന്നാനം പ്രസ്സിൽ നിന്നും പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ചാവറയച്ചൻ കാത്തലിക് സംസ്കൃത സ്കൂള് ആരംഭിക്കുന്നത് മാന്നാനം തന്നെയാണ്. അതുപോലെ തന്നെ കൂനമ്മാവ്, എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലും കോട്ടയം ജില്ലയിലെ മാന്നാനത്തുമാണ് കാത്തലിക് സംസ്കൃത സ്കൂൾ ആരംഭിച്ചിട്ടുള്ളത് ചാവറയച്ചൻ. ഓക്കെ, ഇതത്ര കേട്ട് കാണില്ല എന്ന് വിചാരിക്കുന്നു, കേൾക്കാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ വന്ന സംസ്കൃത കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി കൂടി ഹിന്ദു അങ്ങനെ ആ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവാം അല്ലേ. അപ്പോൾ ചാവറയച്ചൻ കാത്തലിക്കിൻ്റെ ഒരു സംസ്കൃത സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാത്തലിക് എന്ന് എടുത്ത് പറയാണ്ട് സംസ്കൃത സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട് മാന്നാനത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. കൂനമ്മാവ്, എറണാകുളം, ശ്രദ്ധിക്കുക കേട്ടോ. ചാവറയച്ചൻ സീറോ മലബാർ കാത്തലിക് ചർച്ചിൻ്റെ വൈസ് ജനറൽ ആയ വർഷം 1861. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസി സഭയാണ് CMC കോൺഗ്രഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ. ഓക്കെ, കോൺഗ്രഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ എന്ന് പറഞ്ഞിട്ടുള്ള CMC അത് ആദ്യത്തെ സന്യാസിനി സഭയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് CMI എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കുള്ളത്, അച്ഛന്മാർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ചാവറയച്ചൻ CMC സഭ ആരംഭിക്കുന്നത് 1866. ഓക്കെ, അമ്മമാർക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്, മദർമാർക്ക്. ഓക്കെ, സിസ്റ്റേഴ്സ് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചാവറയച്ചൻ CMC സഭ സ്ഥാപിച്ചിട്ടുള്ളത് 1866. ഇനി അദ്ദേഹം അന്തരിച്ചത് കൂനമ്മാവിൽ വെച്ചിട്ടാണെന്ന് ഓർത്തിരിക്കുക. അദ്ദേഹം അന്തരിച്ചത് കൂനമ്മാവിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മാന്നാനം സെൻറ്റ് ജോസഫ് പള്ളിയിലാണ്. ഓക്കെ, മാന്നാനം സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1986. ഓക്കെ, വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1986. ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. വിശുദ്ധനാക്കിയത് ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ചാവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് 2014 നവംബർ 23 അപ്പോൾ അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? 2014 നവംബർ 23. ഇനി അദ്ദേഹത്തിനെ ആദരിച്ച് തപാൽ സ്റ്റാമ്പ് തപാൽ സ്റ്റാമ്പ് ഇറക്കിയതാണ് കേട്ടോ. 1987 ഡിസംബർ 20 ഓക്കെ, അപ്പോൾ സ്റ്റാമ്പ് ഇറക്കിയത് 1987 ഡിസംബർ 20
ഇനി ശ്രദ്ധിക്കുക, ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം എന്ന പുസ്തകം എഴുതിയത് MK സാനു മാസ്റ്ററാണ്. ഓക്കെ, ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം എന്ന പുസ്തകം എഴുതിയതാരാണ്? MK സാനു ആണ്. ഇനി ചാവറയച്ചൻ്റെ പ്രധാന കൃതികൾ ചോദിക്കാറുണ്ട്. ആത്മാനുതാപം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആണ് കേട്ടോ. അനസ്താസിയയുടെ രക്തസാക്ഷിത്വം അതും ചോദിച്ചിട്ടുണ്ട്. ധ്യാന സല്ലാപങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ അതങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ആത്മാനുതാപം, അനസ്താസിയയുടെ രക്തസാക്ഷിത്വം, ധ്യാന സല്ലാപങ്ങൾ, ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ. അപ്പോൾ ഇന്ന് നമുക്ക് 2 പേരിൽ നിർത്താം, വാഗ്ബടാനന്ദനും അതുപോലെ തന്നെ ആരാണ്? ചാവറയച്ചനും. ഓക്കെ, അപ്പോൾ ഇത് നന്നായി പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ആൾക്കാരെ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.